എങ്ങനെയുണ്ട് ടർബോ ജോസ്? അച്ചായം പൊളിച്ചു, പൊളിച്ചടക്കി. അതിലൊരു ഹാങ്ങിലാണ് നിക്കണത്. ഒരു രക്ഷയില്ല. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. മഴ ഇത് എന്ത് ഈ ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഈ മഴ വെറുതെ താരം ഇനിയിപ്പോ കാണാൻ പോണുള്ളൂ. അതായത് പല സസ്പെൻസ് സിനിമയിലുണ്ട്, അതൊന്നും ഇപ്പൊ പറയാൻ പാടില്ല. തിയേറ്ററിൽ വന്നിട്ട് ആഘോഷിക്കണം. ഇത് തിയേറ്ററിൽ തന്നെ കാണാൻ ആ സൗണ്ട്, ആ എക്സ്പീരിയൻസ് ഇല്ലേ, അത് ആ ലുക്ക്, ആ എക്സ്പീരിയൻസ്, ആ ഫൈറ്റ് ഒരു രക്ഷയില്ല. എന്താ പറയാ, വാക്കുകളുണ്ടാവൂല. ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി. അതെ, ഈ നമുക്ക് മധുരാജ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോക്കിരാജയ്ക്ക് ശേഷം വൈശാഖ് മമ്മൂക്ക കോംബോ. മലയാള സിനിമയില് ഏതൊരു ആക്ഷൻ പടം എടുത്താലും ഇതൊരു എന്താ പറയാ, ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ആക്ഷൻ മൂവി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ആഘോഷിക്കാൻ കണ്ട ഫാമിലി, ഫാൻസ്, ഓഡിയൻസ് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയത്. തകർത്തു. ഒരു ഫുൾ ഇടിയാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഫൈറ്റ് കൊള്ളാം, തൂക്കി. പിന്നെ പല സ്പോയിലറുകൾ പറയുന്നില്ലെങ്കിൽ കൂടി പല സസ്പെൻസും ഉണ്ട് സിനിമയില്. ചെറിയൊരു സസ്പെൻസ് എലമെന്റ് ഉണ്ട് സെക്കൻഡ് ഹാഫില്. അത് നമ്മൾ പറയുന്നില്ല, അത് നേരിട്ട് കാണണം. നേരിട്ട് കാണണം. എങ്ങനെയുണ്ട് മമ്മൂക്കാന്റെ ഈ പ്രായത്തിലെ ഒരു എനർജി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ, വേറെ ലെവലല്ലേ? അതെ അതെ, യൂത്തമാര് ചെയ്യുന്ന പോലെ പരിപാടിയില്ലേ? മമ്മൂക്കൊക്കെ ആ ഒരു ഫൈറ്റിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ അത് വെച്ചിട്ട് നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയാ. ചേച്ചി ഫാമിലി എങ്ങനെയാണ് പറയാൻ? നല്ലതാണ്. മമ്മൂക്ക കണ്ടപ്പോ എന്ത് തോന്നി? മമ്മൂക്കയുടെ നേരത്തെ ഇടിപ്പടം വല്ല തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇത് കണ്ടപ്പോ ഇത് അതിനെക്കാട്ടി നല്ലതാണ്. മമ്മൂക്കയുടെ കട്ട ഫാനാണോ? ചേട്ടാ എങ്ങനെയായിരുന്നു ടർബോ ജോസ്? ഇഡിലം പടമാണ്, ഒരു രക്ഷയില്ല. മമ്മൂക്ക ഫാൻസുകാർക്ക് അഴിഞ്ഞാടാൻ പറ്റുന്ന ഒരു പടമാണ്. മഴയൊന്നും ഒരു വിഷയമില്ല. നമുക്ക് ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ മഴയാണെങ്കിൽ ആൾക്കാർ വരുമോന്നൊക്കെ അല്ലേ. ഈ ബുക്കിംഗ് ഫസ്റ്റ് ഡേയുടെ ബുക്കിംഗ് എന്തായാലും നമ്മൾ കണ്ടപ്പം ആളുകൾ എന്തായാലും ടിക്കറ്റ് എടുത്തവരെന്തായാലും ഇപ്പൊ ആരും തിയേറ്ററിൽ വന്ന് ബുക്ക് ചെയ്തില്ല, എല്ലാവരും ബുക്ക് മൈ ഷോ. തിയേറ്ററിൽ മൊത്തം പൂരപ്പറമ്പായിരുന്നു. അത് തന്നെ, തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര. ഞാൻ ആദ്യം വനിതയെ കാണാനായിട്ടായിരുന്നു ഇരുന്നത്, പിന്നെയും വിചാരിച്ച് കവിത തന്നെ ടിക്കറ്റ് എടുക്കാന്ന്. ഇപ്പൊ റോഷാക്ക്, മറ്റേ ബ്രഹ്മയുഗം, അങ്ങനെ കണ്ണൂർ സ്പോട്ടൊക്കെ എല്ലാം വളരെ അഭിനയ സാധ്യതയുള്ള പടങ്ങളായിരുന്നു. ഇതിൽ അഭിനയം ഇല്ലാന്നല്ല പറയേണ്ടത്. അപ്പൊ മമ്മൂക്കനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇടി വേണോ? ഇത്രയും കാലം പെർഫോമൻസ് ആയിരുന്നു, ഇനി ഒരു മാസ്. അത് തന്നെ, അതിനുള്ള ഉത്തരം തന്നെയാണ്. നമുക്ക് ആദ്യമൊക്കെ എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ തിയേറ്ററിൽ ഇത്രയും പേര്, ഏകദേശം 1100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ തിയേറ്ററിൽ അത്രയും ആളുകളോട് ഒപ്പം ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഒന്ന് വേറെ തന്നെ. ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയും. കുളിച്ചടിക്കും.